Problem solving using C, Module 1, Part 4. We can see operators in C in this video lecture. So what is operator? C supports a rich set of operators. The operators are used in program to manipulate data and variables. C ഒരു rich set of operators support ചെയ്യുന്നുണ്ട്. Operators എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ അഡിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, സബ്ട്രാക്ഷൻ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഇങ്ങനത്തെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് they form part of mathematical or logical expressions. Operators always form a part of mathematical or logical expression. Comparison ചെയ്യേണ്ടി വരും നമുക്ക് ചിലപ്പോൾ greater than, less than. അപ്പോൾ അതൊക്കെ logical expression ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. And what is expression? Expression is a sequence of operators and operands that reduce to a single value other than void. Expression എന്ന് പറഞ്ഞ a collection of a sequence of collection എന്ന് പറയാൻ പറ്റില്ല sequence of operators and operands. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ വാല്യൂ കിട്ടും. ആ സിംഗിൾ വാല്യൂ നൾ വാല്യൂ ആകരുത്. അതുകൊണ്ടാണ് അതർ ദാൻ വോയിഡ് എന്ന് പറയുന്നത്. ഒരു ന്യൂമറിക് വാല്യൂ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് പോലത്തെ വാല്യൂ ആണ് എപ്പോഴും ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുക. ഒരു എക്സ്പ്രഷന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് C is equal to A plus B. ഇവിടെ A, B, C എന്ന് പറയുന്നത് ഓപ്പറൻസ് ആണ്. പ്ലസ് എന്നുള്ളതാണ് ഓപ്പറേറ്റർ ആയിട്ട് വരും. And which are the operators in C? Following are the operators supported by C programming language: assignment operators, arithmetic operators, increment or decrement operator, relational operator, logical operator, bitwise operator, conditional operator, and special operators. ഇങ്ങനെ 8 കാറ്റഗറി ഉണ്ട് സിയുടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ. What are arithmetic operators? Arithmetic operations പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററെയാണ് arithmetic operator എന്ന് പറയുന്നത്. Arithmetic operations ഏതൊക്കെയാണ്? Addition, subtraction, multiplication, division ഒക്കെ. So addition വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. Addition or unary plus plus 5, plus 25 എന്ന് എഴുതുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്ലസിനെയാണ് യൂണറി പ്ലസ് എന്ന് പറയുന്നത്. Subtraction or unary minus 10 എന്നൊക്കെ പറയുന്നതാണ് unary minus operator ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാനും ആരെയാണ് യൂസ് ചെയ്യുന്നത്? മൈനസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. In order to perform multiplication we use operator star. ഡിവിഷന്റെ കേസിൽ 2 ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, ഡിവിഷനും മോഡുലോ ഡിവിഷനും. ഒരു ഇന്റീജർ നമ്പേഴ്സ് എടുത്തിട്ട് ഡിവിഷൻ പെർഫോം ചെയ്യാന്ന് കൺസിഡർ ചെയ്യുമ്പോൾ 10/3 ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടാൻ വേണ്ടിയാണ് ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഓപ്പറേഷന്റെ റിമൈൻഡർ കിട്ടാനാണ് മോഡുലോ ഡിവിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടാൻ വേണ്ടി ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഫോർവേഡ് സ്ലാഷ് ഓപ്പറേറ്ററും റിമൈൻഡർ കിട്ടാൻ വേണ്ടി മോഡുലോ ഡിവിഷൻ എന്ന ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുക. ആൻഡ് യൂണറി മൈനസ് എന്ന് പറഞ്ഞാൽ -5 ഒക്കെ റെപ്രസെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആക്ച്വലി -5 എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് -1 × 5 അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. യൂണറി മൈനസ് ഓപ്പറേറ്റർ ഇൻ ഇഫക്റ്റ് മൾട്ടിപ്ലൈസ് സിംഗിൾ ഡിജിറ്റ് ബൈ -1. -5 കിട്ടാൻ 5 × -1 എന്ന ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ബാക്കി നോട്ട്സ് ആണ്. ഇവിടെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസിന് എക്സാമ്പിൾ ആ പറയുന്നത്. അപ്പൊ A - B, A + B, A*B, A/B, A mod B,
മൈനസ് എ സ്റ്റാർ ബി. ഇങ്ങനെയും നമുക്കൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ സിയിൽ റൈറ്റ് ചെയ്യാം. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഓപ്പറൻസും അതിന്റെ ഇടയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സിമ്പിൾസിനെയാണ് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് ഇതിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ഇന്റീജർ ഡിവിഷൻ ട്രങ്കേറ്റ്സ് ഫ്രാക്ഷണൽ പാർട്ട്. ഇപ്പൊ 10/3 ആണ് ചെയ്യേണ്ടത്. രണ്ടും ഇന്റീജർ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഫ്രാക്ഷൻ നമ്പർ ആയിരിക്കില്ല, പകരം ഒരു ഇന്റീജർ നമ്പർ തന്നെയായിരിക്കും. അത് ആ ഫ്രാക്ഷണൽ പാർട്ടിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുക. 10/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 3 ആണ്, അല്ലാതെ 3 പോയിന്റ് സംതിങ് അല്ല കിട്ടുന്നത്. മോഡുലോ ഡിവിഷൻ പ്രൊഡ്യൂസസ് റിമൈൻഡർ ഓഫ് ഇന്റീജർ ഡിവിഷൻ. ഞാൻ കോഷ്യന്റ് കിട്ടാൻ വേണ്ടി ഫോർവേഡ് സ്ലാഷും മോഡുലോ ഓപ്പറേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? റിമൈൻഡർ ഓഫ് ഇന്റീജർ ഡിവിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മോഡുലോ ഡിവിഷൻ കനോട്ട് ബി അപ്ലൈഡ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷണൽ റിസൾട്ട് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ കോഷ്യന്റിന് മാത്രമേ റെലവൻസ് വരുന്നുള്ളൂ, റിമൈൻഡറിന് റെലവൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിയില് മോഡുലോ ഡിവിഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് ആണ്. ഇനി ഇന്റീജർ അരിത്തമെറ്റിക്കിലെ കുറച്ച് റൂൾസ്. When operands in a single arithmetic expression are integers, then the expression is an integer expression and the arithmetic is integer arithmetic. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് C is equal to A plus B. ഇതിലെ എയും ബിയും ഇന്റീജേഴ്സ് ആണ് കൺസിഡർ ചെയ്യുക. സിയും ഇന്റീജർ ആകും, എയും ബിയും ഇന്റീജേഴ്സ് ആണെങ്കിൽ, അതിലെ എല്ലാ ഓപ്പറൻസും ഇന്റീജേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ എക്സ്പ്രഷൻ എന്താ പറയുക? ഇന്റീജർ എക്സ്പ്രഷൻ എന്ന് പറയും. ആ പെർഫോം ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷനെ ഇന്റീജർ അരിത്മെറ്റിക് എന്നാണ് കോൾ ചെയ്യുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. If A is equal to 5 and B is equal to 2, A plus B എന്ന് നമുക്ക് തരാം 7. A minus B will give 3. A star B will give 10. 5 into 2, 10. A slash B quotient ആണ് തരുക 5/2, 2. ആ ഡിവിഷൻ കഴിഞ്ഞാൽ റിമൈൻഡർ ആണ് ഏത് തരുന്നത്? മോഡുലോ ഓപ്പറേറ്റർ തരുന്നത് A mod B which is 1. ഇതാണ് ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സിന് ഒരു എക്സാമ്പിൾ. സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇങ്ങനെ ഇല്ലാട്ടോ എഴുതുക, ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ നൊട്ടേഷൻസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡിവിഷന്റെ കേസിലെ 1-2 നോട്ട്സും കൂടി അല്ലെങ്കിൽ റൂൾസും കൂടിയാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡ്യൂറിങ് ഇന്റീജർ ഡിവിഷൻ ഇഫ് ദ ഓപ്പറൻസ് ആർ ഓഫ് ദ സെയിം സൈൻ the result is truncated towards 0. ഇപ്പൊ 5 divided by 2 നമുക്ക് എന്താ കിട്ടുന്ന റിസൾട്ട്? രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ ആൻസർ കിട്ടുന്നത് 2 ആണ്. അത് എപ്പോഴും 0നോട് ക്ലോസർ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. If one of them is negative, the direction of truncation is implementation dependent. ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പൊ 6 divided by 7, ഇവിടെ രണ്ടും എന്താണ്? ഇന്റീജേഴ്സ് ആണ് ഈ എക്സാമ്പിളില്. സോ കോഷ്യന്റ് എന്ത് കിട്ടി? 0 കിട്ടി, which is 0. ക്ലോസർ ടു 0 എന്ന് പറയാൻ പറ്റില്ല, which is 0. ബട്ട് -6/-7 രണ്ടും സെയിം സൈൻ ആണ് എഗെയിൻ. അപ്പോഴും എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 0 കിട്ടി. ബട്ട് സീ ദിസ് എക്സാമ്പിൾ -6/7. ഇത് 1 is positive and 1 is negative. So the result can be 0 or -1, which is purely machine dependent. അതാണ് ഇവിടെ പറയുന്നത്. ട്രങ്കേഷൻ എങ്ങനെയാണെന്നത് ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയുന്നത്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വരുമ്പോ 0 ആണോ നമുക്ക് കിട്ടുക ഓർ -1 ആണോ എന്നുള്ളത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ബട്ട് ബാക്കി കേസിൽ കണ്ടോ, 6/7 -6/-7 സെയിം സൈൻ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രങ്കേറ്റഡ് ടുവേർഡ്സ് 0 ഓർ 0 കിട്ടി. ഇതേപോലെ തന്നെ മോഡുലോ ഡിവിഷനിലും സൈൻ ബേസ്ഡ് ആയിട്ട് ഒരു റൂൾ ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സിമിലർലി ഡ്യൂറിങ് മോഡുലോ ഡിവിഷൻ
the sign of the result is always the sign of the first operand, which is the dividend. ഇവിടെ പറയുന്നത് modulo division ചെയ്യുമ്പോൾ എപ്പോഴും the answerന്റെ sign എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫസ്റ്റ് ഓപ്പറന്റ്, അതായത് ഡിവിഡന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ എക്സാമ്പിളിൽ 14 മൈനസ് 14 ഒക്കെയാണ് ഡിവിഡന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ സൈൻ എന്താണോ അതാണ് റിസൾട്ടിന്റെ സൈൻ ആയിട്ട് വരിക. എക്സാമ്പിൾ നോക്കൂ, -14 mod 3 ആ ഒരു ഡിവിഷൻ കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് 2 ആണ് കിട്ടുക. ഇവിടെ ആൻസർ ഇവിടെ എന്താ കിട്ടിയാണ്? -2. ഇവിടെ എന്തുകൊണ്ടാണ് -2 കിട്ടാൻ കാരണം? ഈ 40ന്റെ സൈൻ നെഗറ്റീവ് ആണ്. -14 mod -3 ആക്ച്വലി ഈ ഒരു സൈന് റെലവൻസിൽ ഇതിന് മാത്രമേ റെലവൻസ് ഉള്ളൂ. ആൻസർ എന്ത് കിട്ടി? -2. അടുത്ത എക്സാമ്പിൾ കുറേയും കൂടി ക്ലിയർ ആവും. 14 mod -3 ഫസ്റ്റ് ഓപ്പറന്റിന്റെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായിട്ട് വന്നു? പോസിറ്റീവ് ആയിട്ട് വന്നു. സോ ഡിവിഷന്റെ കേസിൽ എപ്പോഴും സൈൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് ദ ഫസ്റ്റ് ഓപ്പറന്റ് വിച്ച് ഈസ് ദി ഡിവിഡന്റ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സിയില്. റിയൽ അരിത്തമെറ്റിക്കിലെ റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. An arithmetic operation involving only real operands is called real arithmetic. നേരത്തെ integer arithmetic എപ്പോഴാണ് പറഞ്ഞത്? integer operands ഉള്ളതിനെയാണ് നമ്മൾ integer arithmetic എന്ന് പറയുന്നത്. Similarly, real numbers വെച്ചുള്ള ഒരു arithmetic expressionനെയാണ് റിയൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനെ റിയൽ arithmetic എന്നും ആ എക്സ്പ്രഷനെ റിയൽ എക്സ്പ്രഷനും എന്നാണ് പറയുക. A real operand may assume values either in decimal or exponential notation. Already പറഞ്ഞിട്ടുണ്ട്, real operand എന്ന് പറഞ്ഞാൽ value either decimal form ആകാം or exponential form ആകാം. Since floating point values are rounded to the number of significant digits permissible, the final value is an approximation. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വെച്ചുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേറ്റഡ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. If x, y, z are floats, ഈ ഒരു എക്സാമ്പിളിൽ സപ്പോസ് x, y, z ഫ്ലോട്ട്സ് ആണെങ്കിൽ ആ എക്സാമ്പിളിൽ ഉപയോഗിക്കുന്ന എല്ലാ നമ്പേഴ്സും റിയൽ ഓപ്പറൻസ് ആണ്. സോ എന്തുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് റിയൽ അരിത്തമെറ്റിക് എന്ന് പറയാൻ പറ്റും. സോ എക്സാമ്പിൾസ് നോക്കൂ, 6.0 by 7.0 ഇങ്ങനെ ഒരു റിസൾട്ട് ആണ് കിട്ടിയത്. 1.0 by 3.0 -2.0 by 3.0 നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുക. ആൻഡ് മോഡുലോ ഓപ്പറേഷൻ നമുക്ക് എന്ത് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റില്ല? സീല വി കനോട്ട് പെർഫോം മോഡുലോ ഓപ്പറേഷൻ യൂസിങ് ദ റിയൽ ഓപ്പറന്റ്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Next, what is mixed mode arithmetic? If one of the operand is real and other is integer, then the expression is called mixed mode arithmetic. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ആദ്യത്തെ നമ്പർ integer ആണ്, രണ്ടാമത്തെ റിയൽ ആണ്. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനെയാണ് എന്ത് പറയുന്നത്? മിക്സ്ഡ് മോഡ് arithmetic എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. മിക്സ്ഡ് മോഡ് അരിത്തമെറ്റിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ഈ എക്സാമ്പിൾ. രണ്ടും ഇന്റീജേഴ്സ് ആയിരുന്നപ്പോൾ റിസൾട്ട് നമുക്ക് ഇന്റീജർ കിട്ടി. പ്രീവിയസ് എക്സാമ്പിളിൽ രണ്ടും റിയൽ ആകുമ്പോഴും റിയൽ കിട്ടി. ബട്ട് ഇവിടെ ഒരെണ്ണം ഇന്റീജറും ഒരെണ്ണം റിയലും ആകുമ്പോൾ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് റിസൾട്ട് ആസ് എ റിയൽ നമ്പർ. And those arithmetic expressions are called mixed mode arithmetic expressions. Next operator in C is assignment operator. The purpose of assignment operator is to assign a value to a variable. ഇവിടെ നോക്കൂ, a എന്നൊരു വേരിയബിൾ, a is assigned a value 5. അടുത്ത എക്സാമ്പിളിൽ a is assigned a value 5 plus 10. ആദ്യം പപ്പി 5 plus 10 എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യും. And the value 15 is assigned to a. നെക്സ്റ്റ് എക്സാമ്പിളിൽ a is equal to 5 plus b എന്ന് പറഞ്ഞാൽ b യിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ 5 plus the value of b ആ ഓപ്പറേഷൻ ആദ്യം പെർഫോം ചെയ്യും. ആ റിസൾട്ട് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, a യിൽ സ്റ്റോർ ചെയ്യുന്നത്. a is equal to b plus c എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? The value of b plus the value of c will be performed initially
and that result will be stored in A. ഇങ്ങനെ ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനാണ് നമ്മൾ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? ഈക്വൽ എന്ന് പറഞ്ഞ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ആഫ്റ്റർ ദ ഓപ്പറേഷൻ എന്ത് റിസൾട്ട് ആണോ കിട്ടുന്നത് ആ റിസൾട്ട് ആണ് എയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇനി there are some shorthand operators in C. ആ shorthand operators ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Suppose A is equal to A plus B, which can be written as shorthand operator A plus equal to B. Plus equal എന്ന് പറഞ്ഞാൽ ഇപ്പൊ A plus equal to B എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താ? A is equal to A plus B. A star B എന്ന് പറഞ്ഞാൽ A is equal to A star B. A slash equal to B എന്ന് പറഞ്ഞാൽ A is equal to A slash B. A minus equal to B means A is equal to A minus B. So ഇവിടെ plus equal, star equal, slash equal, minus equal. They are called shorthand operators. Assignment operator തന്നെയാണ്. അതിൽ തന്നെ assignment shorthand operator എന്നാണ് ഇവയെ call ചെയ്യുക. And what are relational operators? Now to compare two quantities, we use relational operators. രണ്ട് values compare ചെയ്യണം. എനിക്ക് first number greater than second number ആണോ അല്ലെങ്കിൽ first number less than second number ആണോ? ഇവിടെ എന്താ ചെയ്യുന്നത്? number 1 number 2 compare ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ രണ്ടുപേരുടെ weight compare ചെയ്യണം, രണ്ടുപേരുടെ height compare ചെയ്യണം. ഇങ്ങനെ quantities compare ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് relational operator എന്ന് പറയുന്നത്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇനി സി സപ്പോർട്ട് ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് താഴത്തെ ടേബിളിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ഇങ്ങനൊരു സിമ്പിൾ മീൻസ് is less than. First number is less than second number. If the first number is less than second number, ഈ ഓപ്പറേറ്റർ true എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. If the first number is not less than the second number, false എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ സെക്കൻഡ് ഓപ്പറേറ്റർ രണ്ട് കാര്യം ചെക്ക് ചെയ്യും. Will check if the first number is less than the second number or if the first number is equal to the second number. അടുത്തത് first number is greater than the second number ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ്. അടുത്തതോ first number is greater than or equal to എന്ന് ചെക്ക് ചെയ്യാൻ. അടുത്തത് ഡബിൾ ഈക്വൽ ആണ്. രണ്ട് ഈക്വല് ഇങ്ങനെ എഴുതുക, ഗ്യാപ്പ് ഇല്ലാതെ എഴുതുന്നതിനെയാണ്. സ്പേസ് ബാർ കൊടുക്കരുതെന്നേ ഉള്ളൂ. ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ്. ഇത് ഈക്വൽ ആണെന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ രണ്ടുപേരുടെ വെയിറ്റ് ഈക്വൽ ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു സെക്കൻഡ് നമ്പർ, ആ കമ്പാരിസൺ ആണ് ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് നോട്ട് ഈക്വൽ, ഗ്രേറ്ററോ ലെസ്സോ ഒന്നും നമുക്ക് നോക്കണ്ട, നോട്ട് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. First number is not equal to second number. അങ്ങനെ ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാനാണ് we are using relational operators in C. Relational operators എപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. First operand, then a relational operator, then second operand. For example, ഇങ്ങനെ കണ്ടോ, A less than B, A greater than B. Here A is considered as a first operand. Then we are using a relational operator, either greater than, less than, greater than or equal to, less than or equal to, not equal to. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ second operand. And what is the result of this operation? True or false എന്ന് പറയും. If first number is less than second number, the result is 1. True ആണെങ്കിൽ 1. False ആണെങ്കിൽ എന്താണ് കിട്ടുക? 0. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. എയുടെ വാല്യൂ 25, ബിയുടെ വാല്യൂ 30. സി ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ബി. ഇത് നോക്കൂ, എയുടെ വാല്യൂ 25, ബിയുടെ വാല്യൂ 30. വി നോ 25 ഇസ് ലെസ് ദാൻ 30. സോ ട്രൂ ആണ്. അപ്പൊ സിയുടെ റിസൾട്ട് എന്തായിരിക്കും? സി വിൽ ബി 1. ആൻഡ് ഡി, ഇവിടെ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി. ഇസ് എ ഗ്രേറ്റർ ദാൻ ബി? 25 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. സോ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ റിസൾട്ട് ഫാൾസ് ആണ് വരിക. സോ ദ വാല്യൂ ഓഫ് ഡി വിൽ ബി 0.
ട്രൂ ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് 1 ആയിരിക്കും, ഫാൾസ് ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. അതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ട്രൂ ഫാൾസ് എന്ന് പറഞ്ഞല്ല റിസൾട്ട് കിട്ടുന്നത്. ട്രൂ ആണെങ്കിൽ 1, ഫാൾസ് ആണെങ്കിൽ 0 ആയിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ. മോർ ദാൻ 2 റിലേഷണൽ എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പൊ എനിക്കൊരു കുട്ടിയുടെ മാർക്ക് കമ്പയർ ചെയ്യണം, അറ്റൻഡൻസ് കമ്പയർ ചെയ്യണം. അപ്പൊ അവിടെ 2 ഫാക്ടേഴ്സാ കമ്പയർ ചെയ്യാൻ വരുന്നത്. മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആണോ നോക്കണം, അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ 90 ആണോ നോക്കണം. ഇങ്ങനെയൊക്കെ നോക്കേണ്ട സിറ്റുവേഷനിൽ മോർ ദാൻ 2 റിലേഷണൽ എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് വി ആർ യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ. ആ ഒരു എക്സ്പ്രഷനെ, an expression which combines more than 2 relational expression, അതിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ എക്സ്പ്രഷൻ ഓർ കോമ്പൗണ്ട് റിലേഷണൽ എക്സ്പ്രഷൻ. ലോജിക്കൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ട കുറച്ച് സിറ്റുവേഷൻ ഇവിടെ പറയുന്നത്. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ നോക്കണം, അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടി പാസ്സായി, അല്ലെങ്കിൽ പാസ്സായിട്ടില്ല എന്നൊക്കെ അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ അല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത്, മോർ ദാൻ 1 യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. അവിടെയാണ് യു ആർ യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. Ansi supports 3 logical operators. They are logical AND-ന് 2 ആംപർസെന്റ് ഉപയോഗിക്കുക. പൈപ്പ് സിമ്പിൾ 2 ഉപയോഗിച്ചാൽ ലോജിക്കൽ ഓർ, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉപയോഗിച്ചാൽ ലോജിക്കൽ നോട്ട്. ഈ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് ഒക്കെ നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് പഠിക്കുന്നുണ്ടല്ലോ, ആൻഡിന്റെയും ഓറിന്റെയും നോട്ടിന്റെയും. ആ ട്രൂത്ത് ടേബിളിൽ അതേ റൂൾസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആൻഡ് രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനിലും ആൻഡിന്റെ റിസൾട്ട് എന്താണ്? ഫാൾസ് ആണ്. ഓർ ആണെങ്കിലോ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ട്രൂ ആകും. നോട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ട്രൂ ആണെങ്കിൽ ഫാൾസ് ആക്കും, ഫാൾസ് ആണെങ്കിലോ ട്രൂ ആക്കും. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇഫ് ഫസ്റ്റ് ഓപ്പറന്റ്, സെക്കൻഡ് ഓപ്പറന്റ്, ഇവിടെ ട്രൂ ഫാൾസിന് പകരം ട്രൂ ആണെങ്കിൽ 1, ഫാൾസ് ആണെങ്കിൽ 0. അപ്പൊ ട്രൂ ആണെങ്കിൽ നോൺ സീറോ, ഫാൾസ് ആണെങ്കിൽ 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നോൺ സീറോ നോൺ സീറോ, ആൻഡിന്റെ റിസൾട്ട് എന്ത് വരും? 1, ഓറിന്റെ 1. നോൺ സീറോ 0, and 0 or 1. 0 non-zero, again 0 1. 0 0, രണ്ടും 0 ആണെങ്കിൽ ആൻഡ് ആണെങ്കിലും 0 ആണ് കിട്ടുക, ഓർ ആണെങ്കിലും 0 ആണ് കിട്ടുക. ഇതേപോലെയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ആ 2 എക്സ്പ്രഷന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാണ് ചെയ്യുക. സോ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറയാണ്. ഡബിൾ ആംപർസെന്റ് ആണെങ്കിൽ ഓപ്പറേറ്റർ ഏതാണ്? ലോജിക്കൽ ആൻഡ്. ഇത് എപ്പോഴാണ് ട്രൂ ആവുക? ഇഫ് ഓൾ ദ ഓപ്പറൻസ് ആർ ട്രൂ. ഒരു എക്സാമ്പിൾ ആണ്, സിയുടെ വാല്യൂ 5, ഡിയുടെ വാല്യൂ 2. നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? സി ഈക്വൽ ടു 5, വിച്ച് ഇസ് ട്രൂ. ഡി ഗ്രേറ്റർ ദാൻ 5, ഡിയുടെ വാല്യൂ 2 ആ, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 5, ഫാൾസ്. അപ്പൊ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ റിസൾട്ട് എന്ത് കിട്ടും? ഫാൾസ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. ലോജിക്കൽ ഓർ, ട്രൂ ഇഫ് എനി വൺ ഓഫ് ദ ഓപ്പറന്റ് ഇസ് ട്രൂ. സെയിം റിസൾട്ട് നോക്കി നമുക്ക് എന്ത് കിട്ടി? 1, കാരണം ഈ ഒരു പാർട്ട് ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ 1 കിട്ടി. ലോജിക്കൽ നോട്ട്, ലോജിക്കൽ നോട്ടിന് എപ്പോഴാണ് ട്രൂ കിട്ടുക? ദ ഓപ്പറന്റ് 0, ഓപ്പറന്റ് 0 ആണെങ്കിൽ ട്രൂ, ഓപ്പറന്റ് 1 ആണെങ്കിൽ റിസൾട്ട് ഫാൾസ്. സി ഇസ് ഈക്വൽ ടു 5, നോട്ട് സി ഈക്വൽ ടു 5. ഇവിടെ റിസൾട്ട് എന്താ? സി ഇസ് ഈക്വൽ ടു 5 ട്രൂ ആണ്, നോട്ട് ട്രൂ, റിസൾട്ട് എന്താ നമുക്ക് കിട്ടുക? 0 ആണ് കിട്ടുക. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ഉപയോഗിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ വാട്ട് ഈസ് ഓപ്പറേറ്റർ, എരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് കണ്ടത്. ഇനിയും 4 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.